ഐറിഷ് നാടകകൃത്തും കവിയുമായ ജോൺ മില്ലിംഗ്ടൻ്റെ പാശ്ചാത്യരുടെ മനോഭാവങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഹാസ്യ നാടകമാണ് ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. ഇതൊരു കുഞ്ഞു നാടകമാണ്. അപ്പോൾ നമുക്ക് ആ നാടകത്തിൻ്റെ പുസ്തകം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് പുസ്തകത്തിൻ്റെ മുൻവശം, ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. ഇത് പുസ്തകത്തിൻ്റെ പുറകുവശം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് കവർ പേജിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മുന്നിലുള്ള ഈ ഒരു ചിത്രം ഈ നാടകത്തിനകത്തുള്ള ഒരു സീനാണ്. ഓക്കെ, ഈ നാടകത്തിനകത്തുള്ള രണ്ട് കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ മുന്നിലുള്ള കവർ ചിത്രത്തിൽ നമുക്ക് കാണാവുന്നത്. അതുപോലെ തന്നെ കവർ പേജും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല തിക്കായിട്ടുള്ള കവർ പേജാണ്. അതുപോലെ അകത്തെ പേപ്പറുകളും നിലവാരം പുലർത്തുന്നവയാണ്. പ്രിൻറ്റിംഗ് ക്വാളിറ്റിയും മെച്ചപ്പെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പേപ്പറുകൾ ഒരു മഞ്ഞ നിറത്തിലുള്ള പേപ്പറുകളാണ്. മഞ്ഞ നിറത്തിലുള്ള പേപ്പർ വരുമ്പോൾ ഒരു വിഷയം, നമുക്ക് വരികൾ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അതിൻ്റെ ഒരു അത്രത്തോളം ഒരു ഷാർപ്നെസ് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ടോ, ഇതിൻ്റെ പിറകു വശത്ത് ഏകദേശം 10-ലധികം പേപ്പറുകൾ, എനിക്ക് തോന്നുന്നു 10-15-ലധികം പേപ്പറുകൾ ഇതേപോലെ കീറിയിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇത് വാങ്ങിയപ്പോൾ തന്നെ, പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ കീറിയിരുന്നതാണ്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതേപോലെ എല്ലാ പേപ്പറുകളും കണ്ടോ കീറി ഒരു അവസാനത്തെ പേപ്പറും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, അവസാനത്തെ പേപ്പർ കീറി, അവസാനത്തെ 1-2 ഉണ്ടോ, അവസാനത്തെ പേപ്പർ കീറി മാറിപ്പോയി, അതിലൊന്ന് കീറി മൊത്തത്തിൽ കീറിപ്പോയിരിക്കുന്നു. കണ്ടോ, കുറേ പേപ്പറുകൾ കീറി മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പതിപ്പ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ ഒരു പതിപ്പ് വാങ്ങുന്നവർ ശ്രദ്ധിച്ച് വാങ്ങുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമോ അതിൻ്റെ വേറെ ഏതെങ്കിലും പതിപ്പോ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഒരാവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് 1907 പുറത്തു വരുന്നത്. അതായത് നാടകമാണല്ലോ, അപ്പോൾ നാടകം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ളത് 1907. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് മാപ്പിൾ പ്രസ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് 2022 അതിൻ്റെ റീപ്രിൻ്റാണ്. ഇതിൽ മൊത്തം 87 പേജുകളാണുള്ളത്. 87 പേജുകളെന്ന് പറയുമ്പോൾ വളരെ കട്ടി കുറഞ്ഞ ഒരു പുസ്തകമാണ്. ഇതിൻ്റെ വില 95 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പേപ്പറുകളെല്ലാം വിട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ഒന്നുകിൽ വേറെ ഏതെങ്കിലും പബ്ലിഷ് ചെയ്തത് വാങ്ങുക, അല്ലെങ്കിൽ വേറൊരു എഡിഷൻ വാങ്ങുക. ഇത് തന്നെ നിങ്ങൾ വാങ്ങുന്നുണ്ട് എങ്കിൽ ഇതിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇങ്ങനെ കീറിയിരിക്കുകയോ മറ്റോ ഇല്ല എന്ന് ഉറപ്പുവരുത്തി വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പുസ്തകത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആമുഖം കാണാം. അതായത് ജോൺ മില്ലിംഗ്ടൺ, അതായത് നാടകകൃത്ത് എഴുതിയിട്ടുള്ള ഒരു ആമുഖം. അതിനുശേഷം പ്രസ്തുത നാടകത്തിനകത്തുള്ള കഥാപാത്രങ്ങളുടെ ഒരു ലിസ്റ്റ്. ഇവ രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് നാടകത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നാടകത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ വളരെ എണ്ണം കുറവാണ്. ഏകദേശം നമുക്ക് വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളെ ഇതിനകത്ത് ഉള്ളൂ. അവയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്ന് ക്രിസ്റ്റഫർ മഹാൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. ക്രിസ്റ്റി എന്നാണ് പുള്ളിയുടെ നെയിം. അത് ഇതിലെ പ്രോട്ടഗോണിസ്റ്റാണ്, അല്ലെങ്കിൽ നായക കഥാപാത്രമാണ്. പിന്നെ ഒന്നുള്ളത് മാർഗരറ്റ് ഫ്ലഹർട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ ചുരുക്കപ്പേര് പിജീൻ, നിക് നെയിം പിജീൻ എന്നാണ്. അവളൊരു 20 വയസ്സ് ഒക്കെയുള്ളൊരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെയുള്ള ഫ്ലഹർട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പുള്ളിയുടെ ജെയിംസ് ഫ്ലഹർട്ടി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. പുള്ളിയുടെ മകളാണ് ഈ മാർഗരറ്റ് ഫ്ലഹർട്ടി എന്ന് പറയുന്ന പെൺകുട്ടി, അഥവാ പിജീൻ. പിന്നെ ഒന്നുള്ളത് ഷാൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ഷാൻ എന്ന് പറയുന്നത് ഈ പിജീൻ എന്ന പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിട്ടുള്ള, അതായത് എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു, വിവാഹം ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും, അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ ഉറപ്പിച്ച് വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന പയ്യനാണ്. അവനൊരു ഫാമറാണ്, ഒരു യങ് ആയിട്ടുള്ളൊരു പയ്യനാണ്. പിന്നെ ഒന്നുള്ളത് വിഡോ ക്വിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഇത് വിഡോ എന്ന് പറയുന്നത് അവരൊരു വിധവയാണ് എന്നുള്ളതാണ്. ക്വിന്നാണ് അവരുടെ പേര്, QUIN. അവരൊരു 30 വയസ്സൊക്കെയുള്ള ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ആ നാട്ടിൽ പരക്കെ അറിയപ്പെടുന്നത് തൻ്റെ ഭർത്താവിനെ
കൊന്ന സ്ത്രീ എന്നാണ്. അതായത് അവരുടെ ഭർത്താവിനെ കൊന്നത് അവരാണ് എന്നാണ് നാട്ടിലെല്ലാവരും പറയുന്നത്. പിന്നെയുള്ളൊരു കഥാപാത്രം ഓൾഡ് മഹൻ എന്ന കഥാപാത്രമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ക്രിസ്റ്റഫർ മഹൻ. അപ്പോൾ പേരിൽ തന്നെയുണ്ട് ഓൾഡ് മഹൻ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ക്രിസ്റ്റഫർ മഹൻ്റെ പിതാവായിട്ടുള്ള കഥാപാത്രമാണ്. പിന്നെ എന്നുള്ളത് മിഖായേൽ ജെയിംസ് ഫ്ലഹർട്ടി. മിഖായേൽ ജെയിംസ് ഫ്ലഹർട്ടി എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് മാർഗരറ്റ് ഫ്ലഹർട്ടി അഥവാ പിജീൻ, അവളുടെ പിതാവാണ്. പുള്ളി ഒരു പബ്ബിൻ്റെ ഓണറാണ്, ഒരു മദ്യശാലയുടെ ഉടമസ്ഥനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇവരെ കൂടാതെ കുറച്ച് ഈ പറഞ്ഞ ഫ്ലഹർട്ടി, ജെയിംസ് ഫ്ലഹർട്ടിയുടെ സുഹൃത്തുക്കൾ 1-2 പേരുണ്ട്. അങ്ങനെ കുറച്ച് പെൺകുട്ടികൾ, ആ വില്ലേജിൽ തന്നെയുള്ള ഫാമേഴ്സായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ, ഏകദേശം ഒരു 10 താഴെ ഇതിലുണ്ടാവുന്ന കഥാപാത്രങ്ങളെ ഈ നാടകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് പാശ്ചാത്യരുടെ മനോഭാവം, ചില കാര്യങ്ങളെ നോക്കിക്കാണുന്നതിലുള്ള അവരുടെ മനോഭാവം, അതിനെ പരിഹസിച്ച് കൊണ്ടുള്ള ഒരു ഹാസ്യ നാടകമാണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി ഹാസ്യം എന്നുള്ളതാണ്. കോമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ്, കോമിക്കായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഈ നാടകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 ആക്റ്റുകളിലൂടെയാണ് ഈ ഒരു നാടകം എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, എന്നാൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ചിന്തനീയമായിട്ടുള്ളവയാണ് എന്നുള്ളതാണ്. അതായത് കുറച്ച് സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ക്രിസ്റ്റഫർ മഹൻ അഥവാ ക്രിസ്റ്റി കടന്നു വരികയാണ്. ക്രിസ്റ്റി എന്നിട്ട് ഒരു ഘട്ടത്തിൽ പറയുന്നു, കുറച്ച് സീനും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അതിൽ ഒരു ഘട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, അവൻ തൻ്റെ അച്ഛനെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അച്ഛനെ കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ആൾക്കാരിലുണ്ടാകുന്ന മനോഭാവം അത് വളരെയധികം വ്യത്യസ്തമാണ്. സാധാരണ ഒരു അച്ഛനെ ഒരാൾ കൊന്നു എന്ന് പറയുമ്പോൾ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരിലുണ്ടാകുന്ന മനോഭാവമല്ല അവരിലുണ്ടാകുന്നത്. ഓക്കെ, ഒരു ഹീറോയെ പോലെയാണ് അവനെ ആൾക്കാർ കാണുന്നത്. അച്ഛനെ കൊന്ന ആളാണല്ലേ, പൊളി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. സാധാരണ അച്ഛനെ കൊന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും കാണുന്നത്? ഒരു നീചൻ, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പറയാം എന്നുള്ള ആ ഒരു ഇതായിരിക്കും നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ അവനോട് വെറുപ്പായിരിക്കും ഫീൽ ചെയ്യുന്നത്, അവജ്ഞയായിരിക്കും ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ 2 എണ്ണം കൊടുക്കണമെന്നായിരിക്കും. പക്ഷേ ഇവിടെ പറയുന്നത് നീ ആൾക്കിടുകയാണല്ലോ എന്നുള്ള രീതിയിലുള്ള അവനൊരു ഹീറോ ആയിട്ട് കാണുന്നൊരു മനോഭാവമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു കോമിക്കായിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് ഈ അന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഇദ്ദേഹം എഴുതിയ 1907 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ള അവരുടെ മനോഭാവം, ഇത്തരത്തിലുള്ള സംഗതികൾ, കൊല്ലുക അല്ലെങ്കിൽ ക്രൈം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളോട് തന്നെ നമ്മൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള സമൂഹം, അന്നത്തെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്നുള്ള അവരുടെ മനോഭാവത്തെ ഇവിടെ എഴുത്തുകാരൻ പരിഹസിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നീട് ഏകദേശം ക്ലൈമാക്സിനോട് അടുക്കുന്ന ഘട്ടത്തിൽ തൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊക്കെ പുള്ളി അറിഞ്ഞതിന് ശേഷം പിന്നീട് ഒന്നുകൂടി കൊല്ലാനായിട്ടുള്ള ശ്രമം നടത്തുന്നു, പുള്ളി കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്ന സമയത്ത് അവരുടെ മനോഭാവം വീണ്ടും മാറുകയാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം, പിതാവിനെ കൊന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ മനോഭാവം? അതേ മനോഭാവം, നമ്മുടെ നോർമൽ മനോഭാവമാണ്, അവജ്ഞ വരികയാണ്, അവനോടൊരു ദേഷ്യം വരികയാണ്, പോലീസിനെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ അവനോട് 2 എണ്ണം കൊടുക്കാമെന്നുള്ള ഒരു മനോഭാവം അവരിൽ വരികയാണ്. അപ്പോൾ അവിടെയും ഈ ആൾക്കാരുടെ മനോഭാവം ഈ നിമിഷങ്ങൾക്കുള്ളിൽ മറിയുന്നു എന്നുള്ളത് അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ. ചില ആൾക്കാരുടെ മനോഭാവം വളരെ പെട്ടെന്നാണ് മറിയുന്നത്. വിശ്വാസവഞ്ചന പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പറയുന്ന വാക്കിന് വിലയില്ലാതെ വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും തന്നെ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ അന്നത്തെ സമൂഹത്തിൽ, വെസ്റ്റേൺ വേൾഡിൽ, പാശ്ചാത്യ ലോകത്ത് ഉണ്ടായിരുന്ന ജനങ്ങളുടെ മറിയുന്ന മനോഭാവം, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മനോഭാവം, സാധാരണ നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന മനോഭാവം അല്ലാത്ത അതിന് വിപരീതമായിട്ടുള്ള മനോഭാവങ്ങളൊക്കെയാണ് ഈ ഒരു നാടകത്തിലുടനീളം ചില സിറ്റുവേഷൻസ് മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ എഴുത്തുകാരൻ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിച്ചതിലെ പ്രധാനപ്പെട്ട മേഖലകളാണ്. ഇതുകൂടാതെ ഒട്ടനേകം സംഗതികൾ ഈ ഒരു നാടകത്തെ ചുറ്റിപ്പറ്റിയുണ്ട്, ഒട്ടനേകം മുഹൂർത്തങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ എഴുത്തുകാരൻ കോമിക്കായിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിൽ പാശ്ചാത്യരുടെ മനോഭാവങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് ഇത് ഈ ഒരു നാടകം മൊത്തത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതിനകത്ത് കൗണ്ടി മാഗോ എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ തന്നെ ഒരു വില്ലേജിലുള്ളൊരു പബ്ബ്,
ഇത് രണ്ടും പ്രധാനപ്പെട്ട പശ്ചാത്തലങ്ങളാണ് നാടകത്തിൽ. നാടകം ആരംഭിക്കുന്ന സമയത്ത് ഒരു പബ്ബിലാണ് കഥ നടക്കുന്നത്. അവിടെ പബ്ബെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ മിഖായേൽ ജെയിംസ് ഫ്ലഹേർട്ടി എന്ന വ്യക്തി, അദ്ദേഹം ആ പബ്ബിൻ്റെ ഓണറാണ്. ഓക്കെ, അപ്പോൾ പബ്ബിലാണ് കഥ ആരംഭിക്കുന്നത്. പിന്നീട് കഥ നീണ്ടിങ്ങനെ കൗണ്ടി മയോ എന്ന് പറയുന്ന ഈ ജെയിംസ് ഫ്ലഹേർട്ടിയുടെ ഹൗസാണ്, വീടാണ്. അങ്ങോട്ടേക്ക് കഥ പല ഇടങ്ങളിലേക്കും നീണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇവരുടെ മനോഭാവം, പാശ്ചാത്യരുടെ മനോഭാവം എന്നത് ഇതിനകത്ത് പറയുമ്പോൾ തന്നെ ദ നേച്ചർ ഓഫ് ഹീറോയിസം എന്ന് പറയുന്നൊരു സംഗതിക്കും നാടകം പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട്. ഈ ഹീറോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകത്വം എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ ആ ഒരു പ്രകൃതം ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ദ പവർ ഓഫ് ലാംഗ്വേജ്. ഇത് അവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ അവതരണത്തിൽ കാവ്യാത്മകത എന്ന് പറയുമല്ലോ, പോയറ്റിക് ലാംഗ്വേജ്, കവിതകളിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കാച്ചിക്കുറുക്കിയ അവതരണ രീതി, അതിൻ്റെ ഒരു ചെറിയൊരു ഭാവം ഇതിൽ വന്നാലും നമ്മൾ പൊയറ്റിക് ലാംഗ്വേജ് എന്ന് തന്നെ പറയും. അപ്പോൾ ഇവിടെ ഈ ഒരു നാടകത്തിനകത്തുള്ള അവതരണം ഒരു പൊയറ്റിക് ടച്ചുള്ള ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അവതരണം പൊയറ്റിക് ടച്ച് ഉണ്ട് അതിൻ്റെ ലാംഗ്വേജിന്. ഓക്കെ, അപ്പോൾ കാവ്യാത്മകമായിട്ടുള്ള ഭാഷയാണ് ഈ നാടകത്തിൽ അവതരണത്തിൽ എഴുത്തുകാരൻ നമ്മുടെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് അതോറിറ്റി. ഈ അതോറിറ്റി അല്ലെങ്കിൽ ഈ അധികാരം അല്ലെങ്കിൽ കഴിവുള്ളവൻ, കൂടുതൽ ആരോഗ്യമുള്ളവനോ അല്ലെങ്കിൽ മുൻപന്തിയിലുള്ളവനോട് ഉള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് എന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് സ്വന്തം പിതാവിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീറോ ആകുമ്പോഴത്തേക്കും ആ വില്ലേജിൽ തന്നെയുള്ള പെൺകുട്ടികൾ, ഫാമേഴ്സായിട്ടുള്ള പെൺകുട്ടികൾ അവർ വളർത്തുന്ന കോഴികളുടെ മുട്ടയും കോഴിയും ഒക്കെ കൊണ്ടുവന്ന് ഇവന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആർക്ക്, നമ്മുടെ ക്രിസ്റ്റിക്ക് കൊണ്ടുകൊടുക്കുകയും അവനോട് പ്രണയാഭ്യർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ പല മുൻപന്തിയിൽ അല്ലെങ്കിൽ മുകളിൽ കയറി വരുന്ന അതോറിറ്റി, ആ ഒരു അധികാരത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്സ്, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സും ഇതിനകത്ത് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു പുസ്തകത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഫുട് നോട്ട്സാണ്. നമുക്ക് അധികം പരിചയമില്ലാത്ത കാര്യങ്ങൾ, വാക്കുകൾ നാടകത്തിൽ സൂചിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അവയെ ഫുട് നോട്ട്സിൽ അവയുടെ എക്സ്പ്ലനേഷൻസ് നൽകുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും വായിക്കുന്ന വ്യക്തികൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. അപ്പോൾ ജോൺ മില്ലിങ്ടൻ്റെ ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്നുള്ള ഹാസ്യ നാടകം, കുഞ്ഞു നാടകം ത്തിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്തത്. അപ്പം ഇതെനിക്ക് വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, വളരെ നല്ലൊരു നാടകമാണ്. അപ്പോൾ കഴിയുന്നവർ ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വാങ്ങുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതിനകത്തുള്ള പേപ്പറുകൾ വിട്ട് നിൽക്കുന്നത്, വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഏത് നിങ്ങൾ വാങ്ങിയാലും അത് ചെക്ക് ചെയ്ത് മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഞാനിത് ആമസോൺ വഴിയാണ് വാങ്ങിയത്. വാങ്ങിയിട്ട് കുറേ നാളായി, വായിച്ചിട്ടും കുറേ നാളായി, അതിങ്ങനെ വച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.